Hi everybody, SSLC, subject English, first unit, first chapter. The title of the chapter is A Very Old Man with Enormous Wings. So, A Very Old Man with Enormous Wings is a beautiful short story written by the notable writer, the notable Colombian journalist and writer, Gabriel Garcia Marquez. സോ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് എഴുതിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു ചെറുകഥയാണ്, ഷോർട്ട് സ്റ്റോറിയാണ് SSLC ഇംഗ്ലീഷിലെ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് വരാം. എന്തൊക്കെയാണ് ഈ കഥയിൽ പറയുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ അതിന് മുന്നോടിയായിട്ട് എല്ലാ കഥയും പറഞ്ഞു വെക്കുന്ന കുറേ അധികം മെസ്സേജുകൾ ഉണ്ടായിരിക്കും അല്ലേ, മൊറാലിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ കഥയും മുന്നോട്ട് വെക്കുന്ന ഒരുപാട് മൊറാലിറ്റീസ്, ഒരുപാട് തീമുകൾ, മെസ്സേജുകൾ ഉണ്ട്. പിന്നെ ഈ കഥ ഉൾപ്പെടുന്ന കാറ്റഗറി എന്ന് പറയുന്നത് മാജിക്കൽ റിയലിസമാണ്. അതായത് മാജിക്കൽ റിയലിസം എന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു കഥയാണിത്. അപ്പോൾ എന്താണ് മാജിക്കൽ റിയലിസം? അത് ആ പേരിൽ തന്നെയുണ്ട്. എന്ത്? മാജിക് പ്ലസ് റിയലിസം. അതായത് ഈ കഥയിൽ മാജിക്കലായിട്ടുള്ള എലമെൻറ്റ്സ്, അതായത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളുടെ പ്രസൻസും, അതേപോലെ തന്നെ റിയാലിറ്റി, യാഥാർത്ഥ്യ ബോധം അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതം, ആ ഈ രണ്ട് കാര്യങ്ങളും കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റോറി നെറേഷനാണ് അല്ലെങ്കിൽ ഒരു പ്ലോട്ടാണ് നമുക്ക് ഈ കഥയിൽ കാണാൻ കഴിയാം. ഓക്കെ, സോ ഈ കഥ മാജിക്കൽ റിയലിസത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ മാജിക്കൽ റിയലിസം എന്ന് പറയണമെങ്കിൽ മാജിക് പ്ലസ് റിയലിസം, അതായത് റിയാലിറ്റി രണ്ടും കൂടി ഉൾപ്പെടുന്നു. അപ്പോൾ മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ മാജിക്കൽ എലമെൻസുകൾ കൂടി മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു മനോഹരമായ ഒരു സ്റ്റോറിയാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റോറിയുടെ ടൈറ്റിലേക്ക് വരാം. എന്താണ് ടൈറ്റിൽ? എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. അവിടെ തന്നെ ആ ഹെഡിങ്ങിൽ തന്നെ എന്തോ ഒരു കോൺട്രാഡിക്ഷൻ, ഒരു പൊരുത്തക്കേടുണ്ട് അല്ലേ. അതായത് മാജിക്കൽ റിയലിസമാണ് ഈ കഥ എന്നുള്ളത് ആ ഹെഡിങ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് എ വെരി ഓൾഡ് മാൻ, ഒരു പ്രായം ചെന്ന മനുഷ്യൻ. ഓക്കെ, അത് റിയാലിറ്റിയാണ്. വിത്ത് എനോമസ് വിങ്സ്, അയാൾക്ക് എന്തുണ്ട്? വലിയ. എനോമസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എ വെരി ലാർജ് ഇൻ സൈസ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ വലിയ ചിറകുകളുള്ള ഒരു പ്രായമേറിയ മനുഷ്യൻ. ആ വാക്കിൽ തന്നെ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ട്, പൊരുത്തക്കേടുണ്ട് അല്ലേ. മനുഷ്യർക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല? ചിറകുണ്ടാവില്ല. പക്ഷെ ഇവിടെയുള്ള ഈ ഒരു മനുഷ്യൻ എന്തുണ്ട്? ചിറകുണ്ട് എന്ന് പറയുന്നത്. അത് വലിയ ചിറകുകളുണ്ട്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കഥ മാജിക്കൽ റിയലിസം കാറ്റഗറിയിൽ പെടുന്ന സ്റ്റോറിയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എവിഡൻസ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് തന്നെ. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. Okay, students, now let's discuss the chapter A Very Old Man with Enormous Wings. So, when we come to this chapter, see, the light was weak, even at noon. When Pelayo was coming back to the house, it was hard for him to see what was moving and groaning in the rear of the courtyard. Look, the light was weak, even at noon. സോ ഏകദേശം ഒരു നോൺ, ഉച്ചസമയം ആണ് എങ്കിൽ പോലും ദ ലൈറ്റ് വാസ് വീക്ക്. അവിടെയുള്ള വെളിച്ചം എന്ന് പറയുന്നത് ദുർബലമായിട്ടുള്ള ഒരു വെളിച്ചമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതായത് അധികം വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചയാണെങ്കിൽ പോലും അധികം ലൈറ്റും കാര്യങ്ങളൊന്നും അവിടെ പരിസരത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. ഈ വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്, ഇവിടെ പെലായോ എന്ന് പറയുന്നത് ഈ കഥയിലെ കഥാപാത്രത്തിൻ്റെ പേരാണ്. പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്. It was hard for him to see what was moving and groaning in the rear of the courtyard. സോ പെലായോ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം കാണുകയാണ് എന്തോ മുറ്റത്ത്, അതായത് റിയർ ഓഫ് ദ കോർട്ട്യാർഡാണ്. അതായത് റിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡ് എന്നുള്ള മീനിങ് ആണ്. മുറ്റത്തിൻ്റെ കുറച്ച് ബാക്ക് സൈഡിലായിട്ട് എന്തോ ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട്. മൂവിങ് ആൻഡ് ഗ്രോണിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഞരക്കം, എന്തോ ഒരു സൗണ്ടും ഉണ്ട്, എന്തോ ഒരു സാധനം മൂവ് ചെയ്യുന്നതായിട്ട് ഇയാൾ കാണുകയാണ്. He had to go very close to see that it was an old man. അപ്പോൾ ഇയാൾ കുറച്ച് അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ ഇയാൾക്ക് കാണാൻ കഴിഞ്ഞു അതൊരു ഓൾഡ് മാൻ ആണ്. എ വെരി ഓൾഡ് മാൻ. ദ മാൻ വാസ് ലേയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. അപ്പോൾ അവിടെ ആ മുറ്റത്തുള്ള ആ ഒരു മഡിൽ, ആ ഒരു ചെളിയിൽ മുങ്ങിക്കിടക്കുകയാണ് ഇയാൾ. ഫേസ് ഡൗൺ ഇൻ ദി മഡ്. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രമെൻഡസ് എഫേർട്സ്. ഈ ട്രമെൻഡസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഭയങ്കര തീവ്രമായ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഭയങ്കര തീവ്രമായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് ഇയാൾ എടുക്കുന്നുണ്ട് അതിന് എണീക്കാൻ, ആ ചെളിയിൽ നിന്നും വീണ് കിടക്കുന്ന ചെളിയിൽ നിന്നും എണീക്കാനായിട്ട്.
ദ മാൻ കുഡൻറ്റ് ഗെറ്റ് അപ്പ്, പക്ഷേ അയാൾക്ക് എണീക്കാൻ കഴിയുന്നില്ല. കാരണം ഇംപെഡഡ് ബൈ ഹിസ് എനോമസ് വിങ്സ്. ഇംപെഡഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടസ്സം ഉണ്ടാക്കുക. അപ്പോൾ ഇയാൾ എണീക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇയാൾക്ക് വലിയൊരു ചിറകുണ്ട്, വലിയ 2 ചിറകുകളുണ്ട്. എനോമസ് വിങ്സ്, എനോമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി ലാർജ് ഇൻ സൈസ്. അപ്പോൾ ഇതൊരു മാജിക്കൽ റിയലിസം കാറ്റഗറിയിൽ പെടുന്നൊരു സ്റ്റോറിയാണ്. മാജിക്സും പ്ലസ് റിയലിസം എന്ന് പറയുന്ന എലമെൻറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ് മാജിക്കൽ റിയലിസം. അപ്പോൾ സാധാരണ റിയൽ ലൈഫിൽ ചിറകുള്ള മനുഷ്യരുണ്ടാവാറില്ല അല്ലേ? പക്ഷേ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത് ഒരു ഫാൻറ്റസി പോലെയാണ്. അവിടെ എന്തും സംഭവിക്കും. ചിലപ്പോൾ ആനിമൽസ് സംസാരിക്കും, അല്ലെങ്കിൽ മനുഷ്യന് ചിറകുകളുണ്ടാവാം, അല്ലെങ്കിൽ അമാനുഷിക കഴിവുകളുണ്ടാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ഇവിടെ ചിറകുകളുള്ള ഒരു പ്രായമായ ഒരു മനുഷ്യനെ ഇയാൾ കണ്ട് അത്ഭുതപ്പെടുകയാണ്. തൻ്റെ മുറ്റത്ത് വീണ് കിടക്കുന്നത്, ചെളിയിൽ വീണ് കിടക്കുന്നത് ഒരു പ്രായമായ ചിറകുകളുള്ള മനുഷ്യനാണ് എന്നുള്ളത് ഇയാളുടെ ഒരു അമ്യൂസ്മെൻറ്റ്, ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആകുവാണ് ഇയാൾക്കത്. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ്, ഇപ്പോൾ ഇത് കണ്ട് പേടിച്ചപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? പെലായോ റാൻ ടു ഗെറ്റ് എലിസെൻഡ. എലിസെൻഡ എന്ന് പറയുന്നത് ഇയാളുടെ വൈഫാണ്. നേരെ വൈഫിൻ്റെ അടുത്ത് പോയിട്ട് കാര്യം പറയുകയാണ്. ഷീ വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. വൈഫ് എന്ത് ചെയ്യായിരുന്നു? ഷീ വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. ഈ കംപ്രസസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ യൂസിങ് ദാറ്റ് മീൻസ് ദ യൂസിങ് ഓൾ കോൾഡ് ഓർ വാം ക്ലോത്ത്സ് on the skin to provide comfort and potentially reduce fever or other symptoms. അതായത് പനി പോലത്തെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി നമ്മൾ നനച്ചിടാറുണ്ട് അല്ലേ, നെറ്റിയിലൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്, ആ ഒരു ആക്ഷനാണ് ഇവിടെ കംപ്രസസ് എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടുള്ളത്. കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. അപ്പോൾ ഇവരുടെ കുട്ടിക്ക് ഫീവറാണ്, അസുഖമാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ കുട്ടിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. He took her to the rear of the courtyard. അപ്പോൾ ഇയാൾ വേഗം ഓടി വന്നിട്ട് പിന്നെ തൻ്റെ വൈഫിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. They both looked at the fallen body. അവിടെ വീണ് കിടക്കുന്ന ആ ഒരു ബോഡിയെ ഇവർ വളരെയധികം കൗതുകത്തോടു കൂടിയും പേടിയോടു കൂടിയൊക്കെ നോക്കുകയാണ്. The man was dressed like a rag picker. ആ വീണ് കിടക്കുന്ന ആ വലിയ ചിറകുകളുള്ള ആ പ്രായമേറിയ മനുഷ്യൻ, അയാളുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ലൈക്ക് എ റാഗ് പിക്കർ. റാഗ് പിക്കർ എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറയുക എ പേഴ്സൺ ഹു കളക്ട് ആൻഡ് സെൽ റാഗ്സ്. അതായത് പഴയ തുണികളൊക്കെ കളക്ട് ചെയ്ത് അത് സെല്ല് ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതാണ് റാഗ് പിക്കർ. അപ്പോൾ അയാളുടെ ഒരു വസ്ത്രം പോലെ, ആകെ കീറിപ്പറഞ്ഞ് മുഷിഞ്ഞൊരു വസ്ത്രം പോലെയാണ് ഇയാളിട്ടിരിക്കുന്നത്. And there were only a few faded hairs left on his bald skull and a very few teeth in his mouth. അതേപോലെ തന്നെ ഇയാൾ കഷണ്ടിയാണെന്ന് പറയുകയാണ്. അധികം മുടിയൊന്നുമില്ല, കുറച്ച് മുടി മാത്രമേ ഉള്ളൂ. അതും ഇയാളുടെ ലെഫ്റ്റ് സൈഡിലായിട്ട്, ലെഫ്റ്റ് ഓൺ ഹിസ് ബാൾഡ് സ്കൾ, അവിടെ കുറച്ച് മുടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇയാൾ കഷണ്ടിയാണ്. ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. വായിലധികം പല്ലുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈസ് ആൻ ഓൾഡ് മാൻ. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ. ഇപ്പോൾ ഇയാളുടെ ദയനീയമായൊരവസ്ഥ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രഞ്ചഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഈ ഡ്രഞ്ചഡ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആകെ നനഞ്ഞ് കുതിർന്ന എന്നുള്ള മീനിങ് ആണ്. സോ ആകെ നനഞ്ഞ് കുതിർന്ന് നിൽക്കുന്ന ഒരു പഴയ അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ലുക്കായിരുന്നു ഇയാൾക്ക് ഉണ്ടായിരുന്നത്. ദിസ് ടുക്ക് എവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡ്യുവർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. His huge, bizarre wings, dirty and half-plucked, were entangled in the mud. നേരത്തെ നമ്മൾ പറഞ്ഞു ഇയാൾക്ക് വലിയ ചിറകുകളുണ്ട് അല്ലേ. ഹിസ് ഹ്യൂജ് എന്ന് പറഞ്ഞാൽ വലിയ. ബസാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, വെള്ളപ്പരുന്താണ്. അതായത് പരുന്തിൻ്റെ ചിറകുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അത്രയും സ്ട്രോങ് ആണ്, അത്രയും പവർഫുള്ളാണ്. സോ അതുപോലത്തെ ഒരു ഭയങ്കര വലിപ്പം ഉള്ള ഒരു ചിറകുകളാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷെ അത് ഡേർട്ടി, അതായത് ആകെ ചെളിയിൽ നനഞ്ഞ് കുതിർന്ന ആകെ ചെളി ഒക്കെ പുരണ്ടിട്ടുണ്ട്. ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്കഡ് അതിലുള്ള പിന്നെ തൂവലുകളൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. ആൻഡ് വേർ എൻറ്റാങ്കിൾഡ് ഇൻ ദ മഡ്. എൻറ്റാങ്കിൾഡ് ദാറ്റ് മീൻസ് ട്രാപ്പ് ചെയ്ത് കിടക്കുക അല്ലെങ്കിൽ കുടുങ്ങി കിടക്കുക. അപ്പോൾ ആ ഒരു ചെളിയിൽ ആകെ കുടുങ്ങി കിടക്കുകയാണ് ഇയാൾ. They looked at him so long and so closely that Pelayo and Elisenda very soon overcame their surprise. നോക്കൂ, they looked at him so long. ആദ്യം കുറേ ദൂരം നിന്നാണ് നോക്കിയത്. ആൻഡ് സോ ക്ലോസ്ലി, പിന്നെ കുറച്ച് അടുത്ത് വന്ന് നോക്കി. പതുക്കെ ഇവരുടെ പേടി കുറയുകയാണ്. ദാറ്റ് പെലായോ ആൻഡ് എലിസെൻഡ വെരി സൂൺ ഓവർകെയിം ദെയർ സർപ്രൈസ്. അപ്പോൾ അവരുടെ ആ ഒരു സർപ്രൈസ്, അവരുടെ ആ ഒരു ആങ്സൈറ്റി ഒക്കെ അവർ ഓവർകം ചെയ്യുകയാണ്.
ആൻഡ് ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. അപ്പോൾ കുറച്ചുകൂടി അടുത്തൊക്കെ വന്ന് നോക്കുന്നു, അങ്ങനെ അയാളുമായിട്ടൊരു ഫെമിലിയർ ആവുന്നു. ദെൻ ദേ ഡയേർഡ് സ്പീക്ക് ടു ഹിം. ആ വീണ് കിടക്കുന്ന ആ ചിറകുകളുള്ള ആ പ്രായമേറിയ മനുഷ്യനോട് സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കുന്നു. ആൻഡ് ഹീ ആൻസേർഡ് ഇൻ ആൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ് വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് പക്ഷേ ഇയാളുടെ മറുപടി എന്ന് പറയുന്നത് എന്താണ്? ഇൻകോംപ്രിഹെൻസിബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത വേറെ ഏതോ ലാംഗ്വേജ് ആണ്. ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ് വിത്ത് എ സ്ട്രോങ് സെയിലിയേഴ്സ് വോയിസ്. ഇപ്പോൾ സെയിലിയർ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും കപ്പലിലൊക്കെ സഞ്ചരിക്കുന്ന ആളാണ് സെയിലിയർ. അപ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു നാട്ടിലെ ഒരാൾ സംസാരിക്കുന്ന പോലെ ഒരു മനസ്സിലാവാത്തൊരു ഭാഷയൊക്കെയാണ് ഇയാൾ സംസാരിക്കുന്നതെന്ന് പറയുകയാണ്. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. അപ്പോൾ അങ്ങനെ ഇവർ മനസ്സിലാക്കുകയാണ് ചിലപ്പോൾ ഇയാൾ ഈ കാസ്റ്റവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എ പേഴ്സൺ ഹു ഹാസ് ബീൻ ഷിപ്പ് റെക്കഡ് ആൻഡ് സ്ട്രാൻഡഡ് ഇൻ ആൻ ഐസൊലേറ്റഡ് പ്ലേസ്. അതായത് നമ്മൾ ഈ കപ്പലൊക്കെ തകർന്ന് ഒറ്റപ്പെട്ട് ഏതെങ്കിലും ഒരു ദ്വീപിലേക്ക് എത്തിച്ചേരുന്ന ആൾ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു കപ്പലൊക്കെ തകർന്ന് പിന്നെ ഒറ്റപ്പെട്ട് വന്നതായിരിക്കാം ഇയാൾ എന്നൊക്കെ അവർ പറയുകയാണ്. ഒരു സ്റ്റോമിൽ, ഒരു കൊടുങ്കാട്ടിൽ കപ്പലൊക്കെ തകർന്ന് ചിലപ്പോൾ ഒറ്റപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നതായിരിക്കാം ഇയാൾ എന്ന് പറയുകയാണ്. Then they called in a neighbor woman to see him. ഇവർ രണ്ടുപേരും ഈ കാഴ്ച കണ്ടു നിൽക്കുകയാണ്. തൊട്ടപ്പുറത്തുള്ള, അതായത് ഒരു അയൽവാസിയെ കൂടി വിളിച്ചാണ്ട് ഈ കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. ഒരു അയൽവാസിയുള്ള ഒരു വുമണിലെ ലേഡിയെ വിളിക്കുന്നുണ്ട്, എന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ്, ഇയാളെ കാണിച്ചു കൊടുക്കുകയാണ്. All she needed was one look to show them their mistake. He's an angel, she told them. പക്ഷേ ആ വുമൺ വന്നാണ്ട് പറഞ്ഞത് എന്താണ്? ഇത് ഈ കാസ്റ്റവേ ആളൊന്നുമല്ല, ഓക്കെ, ഇത് എന്താണ്? ഇതൊരു ഏഞ്ചലാണ് എന്ന് അയാൾ പറയുകയാണ്. ആ ലേഡി പറയുകയാണ് ഇതൊരു ഏഞ്ചലാണ്. ഷി ടോൾഡ് ദെം ആൻഡ് ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ്. കുട്ടിക്ക് വേണ്ടി വന്നതാണ്. ഇവിടെ നിങ്ങളുടെ കുട്ടിയില്ലേ, ആ കുട്ടീനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. ബട്ട് ദ പുവർ ഫെലോ ഈസ് സോ ഓൾഡ്. പക്ഷേ ഇയാൾ കഷ്ടകാലത്തിന് ഇയാൾ ഭയങ്കര പ്രായമേറിയ ആളാണ്. ആൻഡ് ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. മഴ പെയ്ത സമയത്ത് മഴ അയാളെ ഇവിടെ വീഴ്ത്തിയിട്ടതാകാം എന്ന് പറയുകയാണ്. അപ്പോൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വന്ന, അല്ലെങ്കിൽ കുട്ടിയെ കൊണ്ടുപോകാൻ വന്ന ഒരു ഏഞ്ചലായിരുന്നു ഇത് എന്നുള്ള രീതിയിൽ ആണ് ആ ലേഡിയുടെ എക്സ്പ്ലനേഷൻ. On the following day, everyone knew that a flesh and blood angel was held captive in Pelayo's house. ഈ ന്യൂസ് വളരെയധികം തന്നെ സ്പ്രെഡ് ആവുകയാണ്. അതായത് എല്ലാവരും അറിഞ്ഞു ഇയാളുടെ വീട്ടിൽ ഒരു ക്യാപ്റ്റീവ് എന്ന് വെച്ചാൽ തടവിലാക്കപ്പെട്ട അല്ലെങ്കിൽ പിടിക്കപ്പെട്ട എന്നുള്ള മീനിങ് ആണ്. ഒരു ഏഞ്ചൽ അവിടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഏഞ്ചലിനെ അവർ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു ന്യൂസ് എല്ലായിടത്തും സ്പ്രെഡ് ആവുകയാണ്. Pelayo watched over him all of afternoon from the kitchen, armed with his bailiff's club. ഇവിടെ ഈ ബൈലീഫ്സ് ക്ലബ്ബ് എന്നുള്ളത് ഉദ്ദേശിച്ചത് അതിന് മുന്നോടിയായിട്ട് നോക്കും. മുന്നേയുള്ള സെൻറ്റൻസിൽ പെലായോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ. സോ ഇയാളുടെ വീടിൻ്റെ കിച്ചൻ്റെ ഭാഗത്തു നിന്നും മൊത്തം ഇയാൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ഓൾഡ് മാൻ ഇയാൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇയാൾ എന്തെങ്കിലും അക്രമകാരിയാവുന്നുണ്ടോ, കുട്ടിയെ കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആംഡ് വിത്ത് ഹിസ് ബൈലിഫ്സ് ക്ലബ്ബ്. ഈ ബൈലിഫ് ക്ലബ്ബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി ബൈലിഫ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എ ടൈപ്പ് ഓഫ് ഓഫീസർ ഹു എൻഫോഴ്സസ് കോർട്ട് ഓർഡേഴ്സ്. അതായത് കോർട്ട് ഓർഡറുകളൊക്കെ നടപ്പാക്കുന്ന ഒരു ഓഫീസർ, അതാണ് ഈ ബൈലിഫ് എന്ന് പറയുന്നത്. ഇനി ഈ ബൈലിഫ് ക്ലബ്ബ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്ലബ്ബ് എന്നുദ്ദേശിച്ചത് ദണ്ട്, വടി എന്നുള്ള മീനിങ്ങിലാണ്. സോ ബെയിലിഫ്സ് ക്ലബ്ബ്, നമ്മളിപ്പോൾ ഈ പോലീസുകാരുണ്ടല്ലോ, നിയമപാലകർ, അവർക്ക് ലാത്തി ഉണ്ടാവുമല്ലോ, അവരുടെ ഒരു അധികാര ചിഹ്നമായിട്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ബൈലിഫ്സ് ക്ലബ്ബ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ടൈപ്പ് ഓഫ് വെപ്പൺ ഓർ ടൂൾ യൂസ്ഡ് ബൈ ബൈലിഫ്സ് ടു എൻഫോഴ്സ് ദ ലോ ഓർ മെയിൻറ്റെയിൻ ദിസ് ലൈക്ക് കോർട്ട് ഓർഡർ. അതായത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ബൈലിഫ് അവർ കൊണ്ട് നടക്കുന്ന ഒരു ദണ്ട്, വടി അല്ലെങ്കിൽ വെപ്പൺ, ടൂള്, അതിനൊക്കെയാണ് ബൈലിഫ്സ് ക്ലബ്ബ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വടിയും പിടിച്ചിട്ട് ഇയാൾ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, ഈ ഒരു ഓൾഡ് മാനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ഇയാളുടെ ജോബാണ്. അതായത് പെലായോ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ജോബ്. ഈ കഥയിൽ ഒരിക്കലും ഡയറക്റ്റ്ലി അത് പറയുന്നില്ല ഇയാളുടെ ജോബ് എന്താണെന്നുള്ളത്. പക്ഷേ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം ഇയാളുടെ ജോബ് എന്ന് പറയുന്നത് എന്താണ്. ഹീസ് എ ബെയിലിഫ്. ഇയാളൊരു ബെയിലിഫാണ്. അതായത് എ ടൈപ്പ് ഓഫ് ഓഫീസർ ഹു എൻഫോഴ്സസ് കോർട്ട് ഓർഡേഴ്സ്. ബിഫോർ ഗോയിങ് ടു ബെഡ്, അപ്പം അന്ന് ഇവർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്, ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ്. ആ ഒരു മഡിൽ നിന്നും വലിച്ചഴിച്ച് പുറത്തേക്കിട്ടു. ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത്
ദ ഹെൻസ് ഇൻ ദ ചിക്കൻ കൂപ്പ്, അതായത് കോഴിക്കൂടില്ലേ, ആ കോഴിക്കൂടിൽ ഇയാളെ ലോക്ക് ചെയ്തു, അടച്ചു വെച്ചു. എ ഷോർട്ട് ടൈം afterward the child woke up without a fever and with a desire to eat. അപ്പോൾ അന്ന് അവിടെ ഒരു ചെറിയൊരു അത്ഭുതം സംഭവിക്കുകയാണ്. ബട്ട് ആ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഒരു കോയിൻസിഡൻ്റ് ആണ് കേട്ടോ. അത് ഈ ഏഞ്ചൽ വന്നുകൊണ്ട് സംഭവിക്കുന്നതൊന്നും അല്ല. ആക്ച്വലി അവിടെ ഒരു കോയിൻസിഡൻ്റ് ആയിട്ട് ഈ കുട്ടിയുടെ പനി മാറുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ പനി മാറി, കുട്ടി പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു, ഈ കുട്ടിയുടെ പനി മാറുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര സർപ്രൈസിങ് ആയി, ഈ ഏഞ്ചൽ വന്നുകൊണ്ടായിരിക്കാം എന്നുള്ള രീതിയിൽ ഭയങ്കര അത്ഭുതമായി. ദെൻ ദേ ഫെൽറ്റ് magnanimous, that means gratefulness. They decided to put the angel on a raft with fresh water and provisions for 3 days and leave him to his fate on the high seas. അങ്ങനെ ഈ ഏഞ്ചലിനെ കടലിൽ വിടാനായിട്ട് റാഫ്റ്റ്, ദാറ്റ് മീൻസ് ചങ്ങാടമൊക്കെ കെട്ടിയിട്ട് അതിന് വേണ്ട ഫുഡ്, വാട്ടർ തുടങ്ങിയ പ്രൊവിഷൻസൊക്കെ വെച്ച് 3 ദിവസത്തിനുള്ള പ്രൊവിഷൻസൊക്കെ വെച്ച് അത് പിന്നെ അതിൻ്റെ ഫെയ്റ്റ് എന്താണോ അങ്ങനെ അത് പോകട്ടെ എന്നുള്ള രീതിയിൽ അവർ തയ്യാറാക്കി. ബട്ട് വെൻ ദേ വെൻറ്റ് ഔട്ട് ഇൻ ടു ദ കോർട്ട്യാർഡ് അറ്റ് ദ ഫസ്റ്റ് light of dawn, they found the whole neighborhood in front of the chicken coop having fun with the angel. പക്ഷേ പിറ്റേന്ന് വന്ന സമയത്ത് അവർ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ കോഴിക്കൂട്ടിൽ അതിലാണ് ഈ ഇതിനെ പിടിച്ചിട്ടുള്ളത്, നമ്മുടെ ഏഞ്ചൽ എന്ന് പറയുന്ന ഈ ഒരു വെരി ഓൾഡ് മാനെ. അപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവിടെയുണ്ട്. അയൽവാസികളും മറ്റു നാട്ടുകാരൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഈ ഇതിനെ നോക്കി കൗതുകത്തോട് കൂടിയിട്ട് ഫണ്ണോട് കൂടിയിട്ടൊക്കെ നോക്കിക്കൊണ്ടും കളിപ്പിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. ദ വിസിറ്റേഴ്സ് വെർ ടോസിങ് ഹിം തിങ്സ് ടു ഈറ്റ് ത്രൂ ദി ഓപ്പണിംഗ് ഇൻ ദ കൂപ്പ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കൂപ്പിൻ്റെ ഒരു ഓപ്പണിങ്ങിലൂടെ ഗ്യാപ്പിലൂടെയും ഇടവിലൂടെയൊക്കെ ഭക്ഷണമൊക്കെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിന്. ഒരു മൃഗത്തിനെ പിടിച്ച് കൂട്ടിലിട്ട എന്താ ആ ഒരു അവസ്ഥ, കൗതുകത്തോടു കൂടി കുറേ ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വേർൻഡ് എ സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചർ ബട്ട് എ സർക്കസ് ആനിമൽ. അപ്പോൾ ഇയാളൊരു സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചർ ആണ് എന്നുള്ള മീനിങ്ങിലല്ല, ഒരു സർക്കസ് ആനിമൽ എന്നുള്ള രീതിയിൽ കൗതുകത്തോട് കൂടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദ ന്യൂസ് ഓഫ് ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ സ്പ്രെഡ് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി. അപ്പോൾ ഈ ഒരു ഏഞ്ചൽ ഇയാളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് വളരെ വേഗം സ്പ്രെഡ് ആവുകയും, റാപ്പിഡിറ്റി ഭയങ്കര വേഗതയിൽ ദ്രുതഗതിയിൽ സ്പ്രെഡ് ആവുകയും, ആൻഡ് ആഫ്റ്റർ എ ഫ്യൂ ഹവേഴ്സ് ദ കോർട്ട്യാർഡ് ഹാഡ് എ ബസിൽ ഓഫ് മാർക്കറ്റ് പ്ലേസ്. ഇവരുടെ ഒരു വീടിൻ്റെ മുറ്റം എന്ന് പറയുന്നത് ബസിൽ ഓഫ് മാർക്കറ്റ് പ്ലേസ്, അതായത് ഭയങ്കര തിക്കും തിരക്കുള്ളൊരു മാർക്കറ്റ് പ്ലേസ് പോലെ ആയി മാറി എന്ന് പറയുകയാണ്. The couple had to call in troops to disperse the mob. അപ്പോൾ ആ ഒരു മോബിനെ, ആ ഒരു ജനക്കൂട്ടത്തിനെ ഒഴിവാക്കാൻ വേണ്ടി ട്രൂപ്പിനെ വിളിക്കേണ്ടി വന്നു. ട്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പിന്നെ പോലീസാവാം, ശരിക്കും ട്രൂപ്സ് പട്ടാളക്കാരൊക്കെയാണ്, ആംഡ് ആയിട്ടുള്ള പട്ടാളക്കാരൊക്കെയാണ് നമ്മൾ ട്രൂപ്സ് എന്ന് പറയാറുള്ളത്. അപ്പോൾ നിയമപാലകരൊക്കെ വിളിച്ചു, പിന്നെ ആ ഒരു കൂട്ടമൊക്കെ ഒഴിവാക്കാനെന്ന് പറയുന്നത്. അപ്പോൾ അത്രയധികം ജനാവലി, വലിയൊരു തിരക്ക് അവിടെ അനുഭവപ്പെട്ടു. ദേ ഗോട്ട് ദ ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദ യാർഡ്. അങ്ങനെ മുറ്റത്തൊരു ഫെൻസ്, വേലി അവർ കെട്ടുന്ന ഒരു ഐഡിയ അവർ ചെയ്യുകയാണ്. ആൻഡ് ചാർജിങ് 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. ഈ ഏഞ്ചലിനെ കാണാൻ വരുന്നവരിൽ നിന്നും ഒരു നിശ്ചിത തുക ഈടാക്കാം എന്നുള്ളൊരു ഐഡിയ ഇവർ കുതിക്കുകയാണ്. അങ്ങനെ ഒരു 5 cents, അതായത് ഏഞ്ചലിനെ കാണാൻ വരുന്നവരിൽ നിന്നും ഓരോരുത്തരിൽ നിന്നും ഒരു 5 cents വീതം രൂപ ഈടാക്കാം എന്നവർ തിങ്ക് ചെയ്യുന്നു. ആൻഡ് ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ എവേ. വളരെയധികം ദൂരെ നിന്ന് വരെ ആൾക്കാർ വരാൻ തുടങ്ങി. അവർക്ക് പൈസ ഒന്നും ഒരു പിന്നെ ബുദ്ധിമുട്ടേയല്ല, ഇതിനെ കാണാൻ വേണ്ടിയിട്ട് പലയിടങ്ങളിൽ നിന്നും ആൾക്കാർ വരാൻ തുടങ്ങി. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. ആ ഒരു വേർഡിൻ്റെ മീനിങ് ഇവിടെ ഈ ഇൻവാലിഡ്സ് എന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗാതുരായിട്ടുള്ള ആൾക്കാരാണ്, അതായത് അസുഖമൊക്കെ ബാധിച്ച ക്ഷീണിതരായിട്ടുള്ള ആൾക്കാരൊക്കെ. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത്. ഭൂമിയിലെ ഈ അസുഖവും മറ്റു കാര്യങ്ങളൊക്കെ ബാധിച്ച് ബുദ്ധിമുട്ടിലായുള്ള ആൾക്കാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാണാൻ വരുന്നത്. അതെന്തിനാണ്? നേരത്തെ അതായത് ഇയാൾക്ക് എന്തോ ഒരു മാജിക്കൽ പവർ ഉണ്ട് എന്നവർ വിശ്വസിക്കുന്നു. നേരത്തെ ആ കുട്ടിയുടെ അസുഖം ഈ ഒരു ഏഞ്ചലാണ് മാറ്റിക്കൊടുത്തത്, അല്ലെങ്കിൽ ഈ ഏഞ്ചൽ വന്നതിന് ശേഷമാണ് ആ കുട്ടി അസുഖം ബാധിച്ച് കിടക്കുന്ന ഈ പെലായുടെ കുട്ടിക്ക് അസുഖം മാറിയത് എന്നുള്ള ന്യൂസൊക്കെ ആകെ സ്പ്രെഡ് ആവുകയും, അങ്ങനെ അസുഖം ബാധിച്ച് കിടക്കുന്ന പല ആൾക്കാരും അസുഖം മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇയാളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഒരു ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പം അത് നമ്മുടെ ഈ പെലായും വൈഫും അതൊരു ബിസിനസ്സാക്കി മാറ്റുകയാണ്, അതിൽ നിന്നും പണം കൊയ്യുകയാണ്. Pelayo and Elisenda were happy
വിത്ത് ഫെറ്റീഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ഷീണം, തളർച്ച, അതിനൊക്കെ നമ്മൾ ഫെറ്റീഗ് എന്ന് പറയും. അപ്പോൾ അസുഖബാധിതരായിട്ട് ആൾക്കാർ വരുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി, കാരണം നല്ല ആൾക്കാർ കൂടുമ്പോൾ നല്ല പൈസയും കിട്ടും. ഇൻ ലെസ് ദാൻ എ വീക്ക്, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ദേ ഹാഡ് ക്രാംഡ് ദെയർ റൂംസ് വിത്ത് മണി. ഈ ക്രാംഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫില്ല് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അവരുടെ റൂം പൈസ കൊണ്ട് ഫില്ല് ചെയ്തു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർത്ഥാടകരൊക്കെയാണ് കേട്ടോ. വെയിറ്റിംഗ് ദെയർ ടേൺ ടു എൻറ്റർ റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറിസോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ചക്രവാളം എന്നൊക്കെ പറയും മലയാളത്തിൽ. അതായത് ദ ലൈൻ അറ്റ് വിച്ച് ദ എർത്ത്സ് സർഫേസ് ആൻഡ് ദ സ്കൈ അപ്പിയർ ടു മീറ്റ്. അപ്പോൾ അതിനേക്കാളും അതിൻ്റെ മുകളിലായിരുന്നു അവിടെ വരിക്ക് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പിൽഗ്രിംസിൻ്റെ ഒരു ലൈൻ എന്ന് പറയുകയാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു എന്താ പറയുക, ഒരു ക്രൗഡ് തന്നെ ഇതിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്വയം ഫൂളായിട്ട് നിന്ന് കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരിൽ പെടുന്ന ആൾക്കാരായിട്ട് നമുക്ക് ഇവരൊക്കെ കാണാം. അതേപോലെ തന്നെ സിറ്റുവേഷൻസ് മുതലെടുക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ പെടുന്ന ആൾക്കാരായിട്ട് ഈ പെലായെയും അതുപോലെ തന്നെ വൈഫായ എലിസൻ്റെയും നമുക്ക് കാണാം.